ഹായ് ഫ്രണ്ട്സ്, സ്ലാപ്പിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ജൂലൈ മാസം 8 തീയതി മുതൽ 14 തീയതി വരെ റിലീസ് ചെയ്തിരിക്കുന്ന കംപ്ലീറ്റ് ലിസ്റ്റാണ്. OTT റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളും സീരീസുകളുമാണ്. ഏകദേശം 28ഓളം റിലീസുകളാണ് ആ ഒരാഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ സിനിമ ഒരു കന്നഡ മൂവിയാണ്. കരട്ടക ദമനക എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ശിവരാജ് കുമാറും പ്രഭുദേവിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. കന്നഡ ഭാഷയിൽ മാത്രമായിട്ട് ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു സീരീസ് ആണ്. അഗ്നി സാക്ഷി എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു തെലുങ്ക് സീരീസ് ആണ്. 4 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു സീരീസ് ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ തെലുങ്ക് ഭാഷ കൂടാതെ മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തത് ഒരു ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ എക്സോസിസം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു ഇംഗ്ലീഷ് മൂവി തന്നെയാണ്. ഒരു ഡ്രാമ ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ബൈക്ക് റൈഡേഴ്സ് ആണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ആനിമേഷൻ സീരീസ് ആണ്. ദ ലെജൻഡ് ഓഫ് ഹനുമാൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. 4ാമത്തെ സീസൺ ആണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഈ ഒരു സീരീസ് 7 എപ്പിസോഡുകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ടാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു മെഡിക്കൽ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസ് ആണ്. പിൽ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. സയൻസ് ഫിക്ഷൻ ഫാന്റസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. മീ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ആപ്പിൾ TV പ്ലസ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു തെലുങ്ക് മൂവിയാണ്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ ഒരു സിനിമ തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആക്ഷൻ ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ഫാസ്റ്റ് ചാർലി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ബുക്ക് മൈ ഷോസ് വഴിയാണ് ഈ ഒരു സിനിമ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു കോമഡി ഹൊറർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. കാക്കുട എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. C5 വഴി ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. സോനാക്ഷി സിൻഹ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. അടുത്തത് ക്വാങ് എന്ന് പറഞ്ഞൊരു ഹൊറർ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഒരു ഇന്തോനേഷ്യൻ മൂവിയാണ്. നെറ്റ്ഫ്ലിക്സിൽ ആയിട്ടാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന തെലുങ്ക് മൂവിയാണ്. പ്ലോട്ട് എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് വരുന്നത്. ETV വിൻ വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് മലയാളത്തിൽ നിന്നും ഡബ് ചെയ്ത് പോയ ഒരു സിനിമയാണ്. ധൂം എന്ന് പറഞ്ഞ സിനിമ. തെലുങ്ക് ഡബ്ഡ് വേർഷനാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. ആഹാ തെലുങ്ക് വഴിയാണ് ഈ സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് പകലരിയ എന്ന് പറഞ്ഞൊരു തമിഴ് ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. വെற்றிയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമ നേരത്തെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോം റിലീസ് ചെയ്തിരുന്നു ഔട്ട് ഓഫ് ഇന്ത്യയിൽ. ഇപ്പോൾ ഈ ആഹാ തമിഴ് വഴി ഈ ഒരു സിനിമ അവൈലബിൾ ആണ്. അടുത്തൊരു പൊളിറ്റിക്കൽ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ഇലക്ഷൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു കൊറിയൻ ആക്ഷൻ ത്രില്ലർ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. RV റീസറക്റ്റഡ് വിക്ടിംസ് ആണ് സിനിമയുടെ പേര് വരുന്നത്. 2017 റിലീസ് ചെയ്ത സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ കൊറിയൻ ഭാഷ കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളായിട്ട് ജിയോ സിനിമയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്ത സിനിമ ദ റിട്ടയർമെന്റ് പ്ലാൻ എന്ന് പറഞ്ഞൊരു കോമഡി ആക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. ആമസോൺ പ്രൈമിൽ അതുപോലെ തന്നെ ബുക്ക് മൈ ഷോസിലായിട്ടാണ് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ആനിമേഷൻ കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ദ ഗാർഫീൽഡ് മൂവി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, ഹിന്ദി ഭാഷകളിലായിട്ട് ആമസോൺ പ്രൈമിലും ബുക്ക് മൈ ഷോസിലായിട്ട് ഈ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു തമിഴ് റൊമാൻറ്റിക് വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. നടികർ സംഗമം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. യൂട്യൂബിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് സിനിമയുടെ തമിഴ് ഡബ്ഡ് വേർഷനാണ്. കേസ് 30 എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയും ഇപ്പോൾ ഡീറ്റെയിൽ സ്ട്രീം ചെയ്തിട്ടുണ്ട്. അടുത്തത് മൈദ എന്ന് പറഞ്ഞൊരു ഹിന്ദി മൂവിയാണ്. അജയ് ദേവ്ഗൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ നേരത്തെ ഹിന്ദി ഭാഷയിൽ ആമസോൺ പ്രൈമിൽ നേരത്തെ വന്നിരുന്നു. ഇപ്പോൾ ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, മലയാളം, തെലുങ്ക് ഭാഷകളായിട്ട് ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആണ്. അടുത്തത് കിങ്ഡം ഓഫ് ദ പ്ലാനറ്റ് ഓഫ് ദ ഏപ്സ് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ മുതൽ ഈ ഒരു സിനിമ ഡീറ്റെയിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ട് അവൈലബിൾ ആണ്. അടുത്തത് ഒരു സീരീസ് ആണ്. ഒരു ഹിന്ദി സീരീസ് ആണ്. കമാൻഡർ കരൺ സക്സേന ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഒരു ആക്ഷൻ ഡ്രാമ അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെട്ട സീരീസ് ആണ്. നെറ്റ്ഫ്ലിക്സിലാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴിയാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. ഹരും ഹര എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ ഒരു സിനിമ ആഹാ തെലുങ്ക് വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ്. ഹിന്ദി
ഹിന്ദിയിലും പഞ്ചാബിയിലായിട്ട് വന്നൊരു സിനിമയാണ്. വൈൽഡ് വൈൽഡ് പഞ്ചാബ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് ഈ ഒരു സിനിമ. ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് ഭാഷകളായിട്ടാണ് ഈ ഒരു കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു സീരീസ് ആണ്, ഒരു ഹിന്ദി സീരീസ് ആണ്. 36 Days ആണ് സീരീസിന്റെ പേര് വരുന്നത്. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മറാഠി, മലയാളം, ബംഗാളി ഭാഷകളായിട്ട് സോണി ലീവ് വഴിയാണ് ഈ സീരീസ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസ് തന്നെയാണ്. ഇമ്രാൻ ഹാഷ്മി ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസ് ആണ്. ഷോർട്ട് ടൈം എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. ഫസ്റ്റ് സീസന്റെ രണ്ടാമത്തെ സെക്കൻഡ് പാർട്ടാണ് ഈ ഒരു സീരീസിന്റെ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഒരു സീരീസ് ഹിന്ദി ഭാഷ കൂടാതെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളായിട്ട് ഈ ഒരു സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു മലയാളത്തിലുള്ള ഒരു സിനിമയാണ്. മന്ദാകിനി എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ഈ ഒരു സിനിമ മനോരമ മാക്സ് വഴിയാണ് ഇപ്പോൾ മുതൽ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു തമിഴ് മൂവിയാണ്. ശരത് കുമാർ ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഹിറ്റ് ലിസ്റ്റ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആഹാ തമിഴ് വഴിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് പിന്നെ എന്താ പറയുക, തമിഴ് മൂവിയാണ്. നമ്മുടെ വിജയ് സേതുപതി പ്രധാന വേഷം കൈകാര്യം ചെയ്ത മഹാരാജ എന്ന സിനിമ. ഈ ഒരു സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി തമിഴ് ഭാഷ കൂടാതെ തെലുങ്ക്, മലയാളം, കന്നഡ, ഹിന്ദി ഭാഷകളിലായിട്ട് ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. ഇത്രയും സിനിമകളും സീരീസുകളാണ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ളത്. അതായത് ജൂലൈ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ റിലീസ് ചെയ്തതായിട്ടുള്ളത്. അപ്പോൾ ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളും സീരീസുകളാണ് നിങ്ങൾ കണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും